കേരളത്തിലെ കോതമംഗലത്ത് വീണ്ടും ഗ്രീഷ്മ മോഡൽ കൊലപാതകം അരങ്ങേറിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു. കാമുകൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതാണ് ഇവിടെ വിഷയമായത്. ഗ്രീഷ്മ കാമുകൻ ഷാരോണിന് നൽകിയത് കഷായമാണെങ്കിൽ ശല്യം ഒഴിവാക്കാൻ അൻസിലിന് കാമുകി അധീന കലക്കി കൊടുത്തത് പാരക്കിറ്റാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോതമംഗലം മാതിരപ്പള്ളി മേലത്തുമാൽ അലിയാരുടെ മകൻ 38-കാരനായ അൻസിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൊലപാതകമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പാറശാലയിൽ ഗ്രീഷ്മ വിഷം നൽകി കൊലപ്പെടുത്തിയ ഷാരോൺ കേസുമായി ഏറെ സാദൃശ്യമുള്ള കേസാണത്. അൻസിലിന്റെ പെൺ സുഹൃത്ത് ചേലാട് സ്വദേശിനി അദീന പാരക്കിറ്റ് എന്ന കീടനാശിനിയാണ് അൻസിലിന് കലക്കി കൊടുത്തതെന്ന് പോലീസ് പറയുന്നു. ചേലാടുള്ള ഒരു കടയിൽ നിന്നും കീടനാശിനി വാങ്ങിച്ചതിന് തെളിവും ലഭിച്ചു. എന്നാൽ പാരക്കിറ്റ് എന്തിൽ കലക്കിയാണ് അൻസിലിന് നൽകിയതെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിനിടെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തും. അൻസിലിനെ ഒഴിവാക്കാനാണ് അദീന കീടനാശിനി നൽകിയതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. നേരത്തെ അൻസിൽ ഉൾപ്പെടെ ചില യുവാക്കളുമായി ബന്ധമുള്ള അദീനയ്ക്ക് ഇപ്പോൾ മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടായിരുന്നത്രേ. അപ്പോൾ ജയിൽ കഴിയുന്ന ഈ യുവാവ് ഉടൻ പുറത്തിറങ്ങും. അതിനു മുമ്പ് അൻസിലിനെ ഒഴിവാക്കാനാണ് വിഷം നൽകി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് അദീന നൽകിയിരിക്കുന്ന മൊഴി. ചേലാട് സ്വദേശിനിയെ അദീന വിഷം നൽകിയെന്ന് അൻസിൽ പോലീസിനെയും ബന്ധുക്കളെയും വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് അൻസിലിന്റെ ഉമ്മയെ അദീന വീഡിയോ കോൾ വിളിച്ചെന്ന നിർണായക വിവരം കൂടി പുറത്തു വരുന്നത്. അൻസിൽ അവശ നിലയിൽ കിടക്കുന്ന വിവരമാണ് യുവതി വിളിച്ചറിയിച്ചത്. വിഷം കഴിച്ച് കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്നായിരുന്നു അദീനയുടെ വാക്കുകൾ. പിന്നീട് അൻസിൽ അവശ നിലയിൽ കിടക്കുന്ന ദൃശ്യം അദീന വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തതായും ബന്ധുക്കൾ പറയുന്നു. അവശ നിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അൻസിലിന്റെ മരണം. പെൺ സുഹൃത്തായ അദീന വിഷം കലക്കി നൽകിയതായി ചികിത്സയിലിരിക്കെ അൻസിൽ മൊഴി നൽകിയെന്നാണ് അറിയുന്നത്. അദീന വിഷം വാങ്ങിയ തെളിവുകൾ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് ലഭിച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെ അദീന കുറ്റം സമ്മതിക്കുകയായിരുന്നു. അൻസിൽ വിഷം കഴിച്ച് തന്റെ വീട്ടിൽ ഉണ്ടെന്ന് അദീന തന്നെയാണ് പോലീസിനെ അറിയിച്ചത്. ഇതോടെ പോലീസ് വീട്ടിലെത്തി അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. യാത്രാമധ്യേ ബന്ധുവും ആംബുലൻസിൽ കയറിയിരുന്നു. അദീന തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും ഈ ബന്ധുവിനോടാണ് അൻസിൽ പറഞ്ഞത്. ഇതാണ് കേസിൽ നിർണായകമായത്. മകനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് അദീന അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായും വിവരമുണ്ട്. അൻസിലിന്റെ ഉമ്മയുടെ സഹോദരന്റെ മകൻ യുവതിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് യുവാവിനെ അവശ നിലയിൽ കണ്ടത്. വീട്ടിൽ നിന്നും വിഷക്കുപ്പി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. യുവതിക്ക് മറ്റുള്ളവരുമായുള്ള സൗഹൃദം അൻസിലിന് ഇഷ്ടമായിരുന്നില്ല. തന്നെ ഒഴിവാക്കുകയാണെന്ന അൻസിലിന്റെ തോന്നലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നും പോലീസ് കരുതുന്നു. വിവാഹിതരും 2 കുട്ടികളുടെ പിതാവുമായ അൻസിലിന് യുവതിയുമായി സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിലാണ് അദീന താമസിക്കുന്നത്. ഇവിടെ അൻസിൽ പതിവായി എത്താറുമുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 30-ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അദീന വിഷം നൽകുകയായിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിധി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച